നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാത്താൻ സേവ സജീവമാണ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സാത്താൻ സേവ വർദ്ധിക്കുന്നുണ്ട് എന്ന് നന്ദൻകോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ആഭിചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിന്റെയും കുരുക്കിൽപ്പെട്ട് സ്വന്തം ജീവൻ കളയാൻ മടിയില്ലാതെ അപകടകരമായ അന്ധവിശ്വാസത്തിന് ഇരുണ്ട കാലത്തേക്ക് പോവുകയാണോ മലയാളികൾ ചിലരെങ്കിലും? ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നൽകുന്ന സൂചനകൾ അങ്ങനെയാണ്. 2017 നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ, 2022 പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നരബലി, കട്ടപ്പനയിലെ ഇരട്ടക്കൊല, അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മലയാളികൾ, ഏറ്റവും ഒടുവിലായി വെള്ളറട കിളിയൂരിൽ പിതാവിനെ മകൻ കൊലപ്പെടുത്തിയ സംഭവം. ഇത് ബ്ലാക്ക് മാജിക്കിന്റെ പ്രേരണയിലാണോ എന്ന മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഇതിലേക്ക് എത്തപ്പെടുന്നവരെ ആകർഷിച്ചു നിർത്തുന്ന ചില വ്യക്തികളുണ്ട്. ഇവർ സമൂഹത്തിലെ തന്നെ മാന്യന്മാരും സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഉയർന്ന നിലയിൽ തന്നെ ഉള്ളവരായിരിക്കും. വെള്ളറടയിൽ ഈ കൃത്യം ചെയ്തിരിക്കുന്നത് MBBS പഠനം പൂർത്തിയാക്കിയ ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന ബിസിനസ്സിൽ പിതാവിനെ സഹായിച്ചു നിന്ന 28-കാരനായ പ്രജനാണ്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നാണ് അമ്മ സുഷമ പറയുന്നത്. ജയിലിൽ ലവലേശം പശ്ചാത്താപം പോലും ഇല്ലാതെ കഴിയുന്ന പ്രതി പോലീസിന് നൽകിയ മൊഴി തനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലെന്നും MBBS പഠന സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുള്ള പണം നൽകിയിരുന്നില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയായിരുന്നു. കഴിഞ്ഞ 6-7 വർഷമായി അച്ഛനെയും അമ്മയും അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു ഈ 28-കാരൻ. ബുധനാഴ്ചയാണ് കൊലപാതകം നടന്നത്. എന്നാൽ അതിനു മുമ്പ് തിങ്കളാഴ്ച ഇവരെയും കൂട്ടി തിരുവനന്തപുരത്തെ ഒരു മനോരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിലേക്ക് പ്രജിൻ പോയിരുന്നു. മുൻകൂട്ടി തനിക്ക് മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതി നടത്തി. എന്നാൽ പ്രജിന് മനോരോഗമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ ഇവർക്കൊപ്പം തിരിച്ചയക്കുകയായിരുന്നു. ബുധനാഴ്ച മൂവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ജോസ് സോഫയിലേക്ക് കിടന്നുറങ്ങി. ഒരു 9:15 അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ 10 രൂപ വാങ്ങി സിഗരറ്റ് വാങ്ങാനായി പുറത്തേക്ക് പോകുന്നു. തിരിച്ച് സിഗരറ്റ് വാങ്ങി വലിച്ച ശേഷം 9:45 ജോസിനെ വെട്ടി വീഴ്ത്തിയത്. ഏറ്റവും അവസാനം ജോസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത് സുഷമ ഏറെ മരവിപ്പോടെ കണ്ടു നിൽക്കുകയായിരുന്നു. വാവിട്ട് നിലവിളിച്ചിട്ടും ഒരു സഹായങ്ങളും അവിടേക്ക് എത്തിയില്ല. ഒടുവിൽ ഭർത്താവിന്റെ മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ബോധമറ്റ് കിടക്കുന്ന സുഷമയായിരുന്നു നാട്ടുകാർ കണ്ടത്. കൊലപാതകം നടന്ന് 4-5 ദിവസങ്ങൾ പിന്നിടുമ്പോഴായിരുന്നു ഈ മുറിക്കുള്ളിൽ ബ്ലാക്ക് മാസിന് സമാനമായ പലതും സുഷമ കാണുന്നത്. കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ മൊട്ടയടിച്ച ശേഷം മുടി ഈ മുറിക്കുള്ളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. പുസ്തകങ്ങളിലൊക്കെ ബ്ലാക്ക് മാസ് നടത്തും വിധമൊക്കെ വരച്ചു സൂക്ഷിച്ചിരുന്നു. പ്രജിന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ബ്ലാക്ക് മാജിക് ആണ് ഇതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് തന്നെ. മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ പറയുന്നുണ്ട്. കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു. റൂം പൂട്ടിയിട്ടേ പുറത്തിറങ്ങും. അവന്റെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല. പടി ചവിട്ടി എന്നായാൽ ഉടൻ അവൻ പ്രതികരിക്കും. പിന്നീട് ഭീഷണിപ്പെടുത്തും. മകൻ പുറത്തിറങ്ങിയാൽ തനിക്ക് ഭയമാണ്. അടുത്തത് താനോ മകളോ ആയിരിക്കും എന്ന് അമ്മ പറയുന്നുണ്ട്. അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ എന്ന് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടുള്ളൂ. ചൈനയിലെ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കോഴ്സിനായി 1.5 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. കോഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും സ്വഭാവത്തിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി. അതിനുശേഷം പള്ളിയിലേക്ക് പോകാൻ വിളിച്ചാലും വരാൻ കൂട്ടാക്കിയിരുന്നില്ല. നിർബന്ധിച്ചാൽ താൻ ഇനി അങ്ങോട്ടില്ല എന്ന് ദേഷ്യപ്പെട്ടു പറയും. മുറിയിൽ നിന്ന് എപ്പോഴും ഓം എന്ന വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു അശരീരി കേൾക്കാമെന്ന് സുഷമ പറയുന്നുണ്ട്. ഒരു ഹിന്ദുക്കളുടേതുപോലുള്ള ഒരു മാല കഴുത്തിലിട്ടിട്ടേ അവൻ പുറത്തിറങ്ങിയിരുന്നുള്ളൂ. മുകളിലത്തെ റൂമിലേക്ക് പോകാനോ തുറക്കാനോ ഉള്ള അനുവാദം മോൻ തന്നിട്ടില്ല. പടി കയറുന്നത് കണ്ടാൽ അവൻ പ്രതികരിക്കും. വല്ലാത്ത രീതിയിലുള്ള ഭീഷണിയായിരിക്കും മുഴക്കുന്നത്. പലപ്പോഴും ജോസിനെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്ത് പിടിച്ചു വെച്ചിരുന്നു, മർദ്ദിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.